ബിഗ് ബോസ് സീസൺ 7 17 പേരുള്ളതിൽ 13 പേരും ഒരേ സ്വരത്തിൽ പറയുന്നു ശൈത്യയാണ് ക്യാപ്റ്റൻ ആകേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ശൈത്യയുടെ ഗ്രാഫ് ഉയർന്നത്, അകത്ത് നല്ല രീതിയിൽ ഉയർന്നത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ അറിഞ്ഞു കാണും. എന്നാൽ പുറത്ത് ഇപ്പോൾ ഉള്ള ശൈത്യയുടെ അവസ്ഥ എന്താണ് എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ശൈത്യ കഴിഞ്ഞ ആ ഒരു ആഴ്ചയിൽ അനുമോളുടെ കാര്യം ഒരു പ്രശ്നമായിട്ട് വന്നപ്പോൾ അനുമോള് മറ്റുള്ള എല്ലാവരെയും എന്നും ജിസേലിന്റെ കൂടെയുള്ള എല്ലാ ആണുങ്ങളും അല്ലെങ്കിൽ ജിസേലിന് മൊത്തം ബോയ് ഫ്രണ്ട് ആണ് എന്നും പറഞ്ഞപ്പോൾ ആ ഒരു ക്ലിപ്പ് ലാലേട്ടൻ കാണിച്ചു കൊടുത്തപ്പോൾ അതിനെതിരെ ശൈത്യ ജിസേലിനോട് സംസാരിച്ചു. അതായത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നപ്പോൾ അതിന്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എനിക്ക് അവിടെ ഇല്ലായിരുന്നു എന്ന പച്ചക്കള്ളം ശൈത്യ പറഞ്ഞു. ഇതായിരുന്നു ശൈത്യക്കെതിരെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയത്. അത് തെറ്റ് തന്നെയാണ്. ശൈത്യയുടെ ക്ലിപ്പ് അവിടെ കാണിച്ചിട്ടില്ല. ശൈത്യ ജിസേലിനെ മോശമായിട്ട് സംസാരിക്കുന്ന വാക്കുകളുണ്ട്. എന്നാൽ ഈ ഒരാഴ്ച അനുമോളിനെ കടത്തിവെട്ടി അല്ലെങ്കിൽ അനുമോളെ കുറിച്ച് തന്നെ പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ താൻ അനുമോളുടെ പാവാടയല്ല എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ശൈത്യ. ഇതിനു വേണ്ടിയിട്ടാണോ ശൈത്യ ഇങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരിക്കലും ക്യാപ്റ്റൻ ആകാൻ മോഹിച്ചിട്ടല്ല ശൈത്യ ഇത് ചെയ്തത്. ഒന്നാമത്തെ കാര്യം, മോഹൻലാൽ തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു ശൈത്യ കുറച്ചുകൂടെ ആക്റ്റീവ് ആകണം, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എലിമിനേറ്റ് ആകും. കഴിഞ്ഞ ആഴ്ച ഒരു എവിക്ഷന്റെ വക്കിലെത്തിയ വ്യക്തി ആയിരുന്നു ശൈത്യ. നോ എവിക്ഷൻ കാർഡ് കാണിച്ചപ്പോൾ ആശ്വാസം വന്ന ഒരു കുട്ടി കൂടിയാണ് ശൈത്യ. അപ്പോൾ ശൈത്യക്ക് കിട്ടിയ വോട്ടനുസരിച്ച് നമുക്കൊരു കാര്യം വിലയിരുത്താം. ബിഗ് ബോസ് ഹൗസിനകത്തുള്ള മറ്റ് മത്സരാർത്ഥികളുടെ ഇടയിൽ ശൈത്യക്ക് ഒരു പോസിറ്റീവ് ഇമേജ് വന്നു കഴിഞ്ഞു. ഇനി എൻ്റെ അതായത് ഞാനും ഒരു പ്രേക്ഷകയാണല്ലോ, അപ്പം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അന്ന് അനുമോളെ ചതിച്ച ഒരു കട്ടപ്പ പരിപാടി കാണിച്ചത് ഒഴിച്ചാൽ ബാക്കി ശൈത്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. അനുമോള് ചിലയിടത്തൊക്കെ അനുമോളുടെ ഒരു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചത്, ചിലയിടത്ത് അനുമോളുടെ ശരികൾ തെറ്റുകളായിട്ട് ചൂണ്ടിക്കാണിച്ചതും കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ അനുമോളെ മാക്സിമം കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുമോളെ നീ ഇങ്ങനെ ഓവറായിട്ട് ആക്ട് ചെയ്യണ്ടായിരുന്നു, ഇത്രയും സംസാരിക്കണ്ടായിരുന്നു എന്ന് എസ്പെഷ്യലി പറഞ്ഞത് മറ്റേ ബിൻസിയുടെ പേരെടുത്ത് അനുമോള് യൂസ് ചെയ്ത ആ ഒരു സ്പേസിലായിരുന്നു ശൈത്യ നന്നായിട്ട് സംസാരിച്ചത്. അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇവിടുന്ന് പുറത്തു പോയ ഒരാളുടെ കുറിച്ച് ഇങ്ങനെ പറയരുതായിരുന്നു എന്ന് ആദിലേക്കും നൂറയ്ക്കും ഒപ്പം നിന്ന് ശൈത്യ പറഞ്ഞു. അതൊരു നല്ല പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ശൈത്യ സെൽഫായിട്ട് കളിക്കാൻ തുടങ്ങി എന്നതിന്റെ ഒരു ലക്ഷണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ശൈത്യ കുഴപ്പമില്ല, നന്നായിട്ട് മികച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ ആ കളി തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചയിൽ തുടങ്ങിയതാണ്. അവിടെ ശൈത്യ അനുമോളെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അതായത് ഈ ഒരു ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ആദ്യം വരുന്നത് അനുമോളാണ്. അനുമോള് രേണുസുധിയുടെയും ശൈത്യയുടെയും പേര് പറഞ്ഞതോടുകൂടിയാണ് എല്ലാവരും ശൈത്യയുടെ പേര് പറയാൻ തുടങ്ങിയത് എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം അല്ലെങ്കിൽ ആരും തന്നെ ശൈത്യയുടെ പേര് പറയത്തില്ലായിരുന്നിരിക്കാം. പക്ഷേ എല്ലാവരും ആ ഒരു അനു പറഞ്ഞ ആ ഒരു പേര് കേട്ടിട്ടാണ് ശൈത്യയുടെ കാര്യം റിമെമ്പർ ചെയ്ത് പറയാൻ തുടങ്ങിയതെന്ന് തോന്നി. ഏതായാലും ശൈത്യ നന്നായിട്ട് കളിക്കട്ടെ. എന്തായാലും ക്യാപ്റ്റൻസി ടാസ്കിൽ ശൈത്യയും അതുപോലെ ബിന്നി, അപ്പാനി ഇവർ മൂന്നുപേരുമാണ്. നമുക്കറിയില്ല ടാസ്ക് ഒരു പക്ഷേ ഫിസിക്കൽ ടാസ്ക് വല്ലതും ആണെങ്കിൽ അപ്പാനി ചിലപ്പം കൈയടക്കുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഒരു പ്രോമിസിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത്തവണ ശൈത്യ തന്നെ ടാസ്ക് ജയിക്കും. അതിൻ്റെ റീസൺ പറയാൻ കാരണം ശൈത്യ ടാസ്ക് കളിക്കുന്നതിൽ മിടുക്കിയാണ്. നല്ലപോലെ എല്ലാ പ്രോഗ്രാംസിലും ശൈത്യക്ക് ടാസ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാറുണ്ട്. എസ്പെഷ്യലി രേണുസുധിക്ക് വേണ്ടി കളിച്ച ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരാരെയൊക്കെ പറഞ്ഞു എന്നുള്ളത്. അനുമോളായിരുന്നു ആദ്യം വന്നത്, രേണുസുധീനെ പറഞ്ഞു, അതുപോലെ ശൈത്യയെ പറഞ്ഞു. ശൈത്യയെ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം താനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഇവിടെ അങ്ങനെ ഒരു ഫേവറൈറ്റിസവും ഇല്ല എന്നൊക്കെ തന്നെ സൂചിപ്പിച്ചാണ് അനുമോള് ശൈത്യനെ പറഞ്ഞത്. ദെൻ ആര്യ വന്നു, ശൈത്യ അപ്പാനിയാണ് പറഞ്ഞത്. അതേ കണക്ക് കോപ്പി അടിച്ച് ജിസേൽ വന്നിട്ട് ശൈത്യ അപ്പാനി പറഞ്ഞു. റീസൺസ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ജിസേൽ ഒരു ചെറിയ പൊട്ടത്തരം കാണിച്ചു. അപ്പാനി കിച്ചൺ ടീമിലായിരുന്നല്ലോ, കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പം അപ്പാനി ശരിക്കും അവിടെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. ഈ അനുമോൾ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. അപ്പോൾ അനുമോൾ ഇല്ലാതെ അപ്പാനി ഒന്ന് വീടിന്റെ മുഴുവൻ ക്യാപ്റ്റനായി കാണണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ മനസ്സിലായില്ലേ, ഈ അനുമോള് ജിസേലിന്റെ പിറകെ നടക്കുന്ന അതിനെക്കാട്ടിയും കഷ്ടമായിട്ട് ജിസേല് അനുമോളെ തന്നെ നോക്കി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അനുമോൾ എന്തിനാ ജിസേലിന്റെ പിറകെ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. ജിസേൽ അവിടെ അനുമോളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റഡ് ആവുന്നതും. പിന്നെ നെവിൻ അക്ബറിനെയും ശൈത്യനെയാണ് പറഞ്ഞത്. നെവിൻ ശൈത്യനെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടാസ്ക് നടന്ന സമയത്ത് നന്നായിട്ട് ശൈത്യ സംസാരിച്ചു. അപ്പോഴാണ് എല്ലാവരും ശൈത്യയുടെ സംസാരം കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പം നന്നായിട്ട് ശൈത്യക്ക് എക്സ്പോസ് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടിയത് നെവിൻ്റെ ആ ഒരു ടാസ്കിലായിരുന്നു.
നെവിന്റെ ടാസ്ക് എന്ന് ഉദ്ദേശിച്ചത് നെവിനും ഷൈത്യയും തമ്മിലുള്ള ഒരു ഡിബേറ്റ് ടാസ്കിൽ. ദെൻ സരിക വന്നിട്ട് ബിന്നിനെയും ശരത്തിനെയും പറഞ്ഞു. അതുപോലെ ശരത് അപ്പാനി ബിന്നിനെയും റെന ഫാത്തിമേനെയും പറഞ്ഞു. റെന ഫാത്തിമയെ കുറിച്ച് പറഞ്ഞൊരു പോയിന്റ് ശരത്ത് പറഞ്ഞത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു 19-ാമത്തെ വയസ്സിൽ അവിടെയുള്ള ഈ പറയുന്ന ഒനീലിന്റെ ഉൾപ്പെടെ ഉള്ളവരുടെ സ്ഥാനത്തേക്ക് റെന ഫാത്തിമയ്ക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ റെന ഫാത്തിമ മിടുക്കിയാണ്. അല്ലാതെ ഒനീല് റെനയെ ഇട്ട് ടാർഗറ്റ് ചെയ്ത് കളിക്കുന്ന കണക്ക് നോക്കുവാണെങ്കിൽ അതൊരു ചീപ്പ് കളിയാണ്. പിന്നെ അക്ബർ വന്നിട്ട് ഷൈത്യ ആൻഡ് അപ്പാനി പറഞ്ഞു. ആദില നൂറ രേണു സുധീനെയും ഷൈത്യനെയും തന്നെയാണ് ആദില നൂറ പറഞ്ഞത്. ദെൻ റെന ഫാത്തിമ അവിടെ ഷൈത്യനെയും അപ്പാനിയെയും പറഞ്ഞു. പിന്നെ ഷാരിക ഷൈത്യനെയും ബിന്നിനെയും പറഞ്ഞു. ഷൈത്യ ശരത് അപ്പാനിനെയും ഷാരികയെയും പറഞ്ഞു. ദെൻ അതുപോലെ ബിന്നി വന്നിട്ട് ആദില നൂറ അതുപോലെ ഷൈത്യനെ പറഞ്ഞു. ദെൻ രേണു സുധി ഷൈത്യനെയും ഷാരികേനെയും പറഞ്ഞു. പിന്നെ വന്നത് ഷാനവാസ് ആണ്. ഷാനവാസ് ഷൈത്യ ആൻഡ് ബിന്നിയാണ് പറഞ്ഞത്. ഈ ഷാനവാസിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ അനു ആദ്യം വന്നിട്ട് രേണു സുധീന്റെ പേര് പറഞ്ഞല്ലോ, അപ്പോഴേക്കും ഷാനവാസ് അവിടെ ഇരുന്നിട്ട് പ്രശ്നം സോൾവ് ആയി എന്നൊരു ഡയലോഗ് അടിച്ചായിരുന്നു കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അനു അപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ആ പ്രശ്നമൊക്കെ നേരത്തെ സോൾവ് ആയായിരുന്നു എന്ന്. അതായത് ആ ഒരു ഹൈജീൻ ഒരു ടാസ്കിന്റെ ഇടയിൽ രേണു സുധിയുടെ തലയിലാണ് പെയിൻ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സീൻ അനുമോളായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രശ്നമൊക്കെ ഓൾറെഡി സോൾവ് ആയി, പ്രശ്നം സോൾവ് ആക്കാനല്ല ഈ ക്യാപ്റ്റൻസിയിൽ എടുത്തിട്ടത് എന്ന് ഷാനവാസിന് അപ്പോൾ തന്നെ അനുമോൾ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ഷൈത്യ ആൻഡ് ബിന്നിയാണ്. അതുപോലെ ഒനീല് ഷൈത്യ ആൻഡ് ബിന്നിയെ പറഞ്ഞു. ഒനീല് ബിന്നിനെ പറഞ്ഞ ആ ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ബിന്നി സ്ട്രോങ് ആയിട്ടാണ് ഇവരുടെയൊക്കെ ഈ ഒരു എക്സ്പ്ലനേഷൻസ്, എസ്പെഷ്യലി ആ ഒരു ജയിൽ നോമിനേഷനകത്ത് ബിന്നി പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ഒനീലിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതും നല്ലൊരു പോയിന്റ് ആണ്. ദെൻ അഭി പറഞ്ഞ പേരുകൾ ബിന്നി ആൻഡ് നെവിൻ ആണ്. കാരണം നെവിനെ കുറിച്ച് പറഞ്ഞാൽ അത് അപ്രിഷിയേറ്റബിൾ ആണ്. ബിക്കോസ് നെവിൻ കഴിഞ്ഞ ആഴ്ച ഒരു കള്ളനായിട്ട് തന്നെയായിരുന്നു നമ്മളെല്ലാം കണ്ടത്. പക്ഷെ ആ ഇമേജ് ഒറ്റ ആഴ്ചയിൽ അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ മാറ്റിയെടുക്കാൻ നെവിന് സാധിച്ചു. ബിക്കോസ് ഇവരുടെ ഒക്കെ റിയൽ ക്യാരക്ടറിൽ ഈ പറയുന്ന കള്ളത്തരങ്ങളൊന്നും ഇല്ല. അവരിതിനകത്ത് വന്ന് കാണിക്കുന്നതാണ്. റെന ഫാത്തിമയും അതുപോലെയാണ്. പുറത്ത് വേറൊരു ക്യാരക്ടറാണ്, പക്ഷെ ഇതിനകത്ത് വന്ന് കാണിക്കുന്നതാണ്. എന്നാൽ ജിസേലിന്റെ കാര്യത്തിൽ ഞാനത് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ജിസേല് പുറത്തും ഒരു കള്ളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു നിലപാടും ഇല്ല. എല്ലാ കള്ളത്തരങ്ങളും എത്ര കള്ളിയാണെങ്കിലും സെൽഫായിട്ട്, അതായത് ഞാൻ എടുത്തു എന്ന് ഒട്ടും പറയാതെ ഞാനത് ചെയ്തില്ല, ഞാനത് കണ്ടില്ല എന്ന് പറയുന്ന ഒരു വെറും മൂല്യമില്ലാത്ത, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് ജിസേലിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നെവിൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയാനുള്ള ഒരു കറേജ് അവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. പിന്നെ ലാസ്റ്റ് അനീഷ് വന്നിട്ട് ഷൈത്യനെ പറയുന്നുണ്ട് ആൻഡ് അക്ബറിനെ പറയുന്നുണ്ട്. അക്ബറിനെ പറഞ്ഞത് ഒരു രസമുള്ളത് കേൾക്കാൻ. അതായത് പാറപ്പുറത്ത് വീണ് കിടക്കുന്ന വിത്താണ് അക്ബർ. അത് ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ അത് മുളയ്ക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പം ഒന്നും നമുക്ക് മുളപ്പിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ അനീഷ് പറയുന്നുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഫൈനലി 3 പേരാണ് ഈ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അപ്പാനി, ബിന്നി, ഷൈത്യ. അപ്പാനിക്കും ബിന്നിക്കും ഒരേ വോട്ടാണ്, 6 വോട്ടുകളോടുകൂടി. പിന്നെ ഷൈത്യയ്ക്ക് 13 വോട്ടുകൾ. ഈ നോമിനേഷൻ കഴിയുമ്പോൾ ഈ ക്യാപ്റ്റനാണ് വന്നിട്ട് അത് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൂടി പറയാം. സാധാരണ ഈ നോമിനേഷൻ കഴിയുമ്പോൾ ക്യാപ്റ്റനാണ് ഇതിനകത്ത് എത്ര വോട്ട് ആർക്ക് കിട്ടി, ആരൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ആര്യൻ ഈ നോമിനേഷൻ കഴിയുന്ന ഉടനെ ആര്യൻ വന്നിട്ട് അത് കൗണ്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് അവിടെ ഇരിക്കൂ. കാരണം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആര്യനെ സത്യം പറഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു ക്യാപ്റ്റനായിട്ട് ബിഗ് ബോസ് തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും നല്ലൊരു തട്ട് കിട്ടിയ കണക്ക് ആര്യന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഏതായാലും ശരി, ഷൈത്യ ടാസ്കിൽ വിജയിക്കട്ടെ. ഷൈത്യയാണ് 13 വോട്ട് കിട്ടിയ സ്ഥിതിക്ക് ഷൈത്യയ്ക്ക് ടാസ്കിലും വിജയിച്ച് ക്യാപ്റ്റൻ ആവാൻ കഴിയട്ടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.